നമുക്ക് അപ്പൊ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യായിരിക്കും അല്ലേ? ബാക്കിയുള്ളവര് on the way ജോയിൻ ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നെറ്റിന് ശകലം ഇഷ്യൂ ഉണ്ട്. ആർക്കെങ്കിലും അതുപോലെ നെറ്റ് ബ്രേക്ക് ആവുക അങ്ങനെ എന്തെങ്കിലും സ്ട്രീമിങ്ങിന്റെ തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് ഇടുകയോ പറയുകയോ ചെയ്യുക. എനിക്കറിയില്ലല്ലാതെ. അപ്പൊ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വെബിന്റെ ഇൻട്രൊഡക്ഷന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ബേസിക്കലി എന്റെ ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലെ? ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലെ? കേൾക്കാമല്ലോ? യെസ്, ഓക്കെ, ഫൈൻ. ക്ലിയർ ആയിട്ടാ, ക്ലിയർ ഓക്കെ, ക്ലിയർ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞത് വെബിന്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെ എന്തൊക്കെ വേണം ഒരു വെബ് പേജ് ലൈവായിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം എന്ന് നമ്മൾ പറഞ്ഞു. HTML പറ്റി കേട്ടു, CSS പറ്റി നമ്മൾ ജസ്റ്റ് എന്താണ് CSS എന്ന് പറഞ്ഞു, ബൂട്ട്സ്ട്രാപ്പ് അല്ലെ ഫ്രെയിംവർക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരിക്കും നമ്മൾ ഈ ഒരാഴ്ച കാലം കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഓവർവ്യൂ പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പതുക്കെ നമ്മൾ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കത്തിലേക്ക് കയറി. ഒരു HTML പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആദ്യം നമ്മൾ നോട്ട് പാഡ് ഉപയോഗിച്ച് ചെയ്തപ്പോൾ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓൺ ദ വേ നമ്മൾ പറഞ്ഞു. സിന്റാക്സ് മുഴുവൻ ടൈപ്പ് ചെയ്യേണ്ട ആ ഒരു ഇഷ്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതല്ല പെട്ടെന്ന് ചെയ്തു പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ പേരാണെങ്കിലും ശരി, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടു. അതിന് പരിഹാരമായിട്ട് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമ്മൾ കണ്ടു. പോലെയുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്റർ കണ്ടു. ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കുറെ പേര് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടന്റ് ആയിട്ട് പറഞ്ഞത് ഹെഡിങ്സ് നോക്കി, പാരഗ്രാഫ്സ് നോക്കി. ഹെഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ 6 ടൈപ്പ് ഹെഡിങ് നമ്മൾ കണ്ടു, H1 to H6 വരെ. H1 എന്ന് പറയുന്ന ഏറ്റവും വലിപ്പം കൂടിയ അല്ലെ ഏറ്റവും പ്രയോറിറ്റി കൂടിയ ഒരു ഹെഡിങ് ആണ്. പിന്നെ താഴോട്ട് വരും തോറും H1 to H6 താഴോട്ട് വരും തോറും സൈസ് കുറഞ്ഞല്ലേ, പ്രയോറിറ്റി കുറഞ്ഞ് വരുന്നതായിട്ട് കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് പാരഗ്രാഫ്, P ടാഗ്, പാരഗ്രാഫ് ടാഗ് എന്നത്. അവിടെ വരെ നമ്മൾ പറഞ്ഞു നടത്തിയത്. ചിലര് സിസ്റ്റം ഉള്ള ഒരു സിസ്റ്റത്തിൽ ചെയ്തു, അതിന്റെ സ്ക്രീൻഷോട്ടുള്ള ചിലരുടെ കണ്ടു. ചിലർ ഫോണിലാണ് ചെയ്തത്, കുഴപ്പമില്ല. ഫോണിൽ അത്യാവശ്യം നമ്മുടെ ഡെയിലി കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ ഫോൺ തന്നെ ധാരാളമാണ്. സിസ്റ്റം ഉള്ളത് സിസ്റ്റത്തിൽ തന്നെ ചെയ്യുക, അല്ലാത്തൊരു ഫോണിൽ ചെയ്യുക. മാക്സിമം ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യുക. എസ്പെഷ്യലി നോൺ ടെക്നിക്കൽ ബാച്ചിൽ നിന്നുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എസ്പെഷ്യലി അവർ. കാരണം ഒന്ന് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്ത് പോകും. ഓക്കെ, നമുക്ക് ഇന്ന് പുതിയ കുറെ കാര്യങ്ങൾ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കട്ടാവോ ബ്രേക്ക് ആവുകയാണെങ്കിൽ പറയണേ. സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ, ഇന്നലെ നിർത്തിയിടത്തുനിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇന്നലെ ഇവിടാണ് നിർത്തിയത്. മാത്രമാണ് HTML ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് 1-2 കമ്പോണൻസ്, ഹെഡിങ്, പാരഗ്രാഫ് പോലെ 1-2 പുതിയ കമ്പോണൻസ് ഇവിടെ കണ്ടിട്ട് ഇവയെ എങ്ങനെ കൂടുതൽ ഭംഗിയാക്കാം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഇന്നലെ എക്സാമ്പിൾ പറഞ്ഞ ഇന്നോവസിന്റെ സൈറ്റ് തന്നെ, നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം.
ഓക്കെ, സ്ക്രീൻ കാണാൻ വിചാരിക്കുന്നു. ഞാനിപ്പോ ചുമ്മാ വേറൊരു പേജ് കൂടെ ചെയ്തതാണ്. ഇത് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പേജ് ആണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. ചില കണ്ടന്റ്, ചില വാക്കുകൾ മറ്റ് ടെക്സ്റ്റ് മെറ്റീരിയലിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായിട്ടാണ് കാണും. ആ വാക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ലിങ്കിലേക്ക് പോകും. ഞാൻ ക്രിസ്ത്യോതി കോളേജിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വാക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ, നേരെ പോയത് ക്രിസ്ത്യോതി കോളേജിന്റെ. അതായത് ഒരു വാക്കിനെ നമ്മൾ ഒരു ലിങ്ക് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം. നമുക്ക് അതിന് ആ ഒരു വാക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഉണ്ടാവും. നിങ്ങൾ അത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ഹിയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല സൈറ്റുകളും കണ്ടിട്ടുണ്ടാവും. ഒരു ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയിട്ട് ആ ക്ലിക്ക് ഹിയറിന് എഴുതിയിരുന്നത്തെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ നമ്മളെ ആ ഒരു വ്യൂ വേറൊരു വെബ് പേജിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്നും മറ്റൊരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഒരു വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് നമ്മളെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റുകളാണ് ലിങ്കുകൾ എന്ന് പറയും. ലിങ്ക്, ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. ഇതിന്റെ ടെർമിനോളജിയിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. ഈ ഹൈപ്പർ ലിങ്കുകൾ എങ്ങനെ നമുക്ക് വെബ്സൈറ്റുകളിലേക്ക് കൊണ്ടുവരാം? ഹൈപ്പർ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാഗ് ആണ് എ ടാഗ് എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് എന്ന് ചെയ്യുമ്പോഴത്തേക്ക് വരും ആങ്കർ ടാഗ് എന്ന് പറയും. എ ഫോർ ആങ്കർ, ആങ്കർ ടാഗ് എന്ന് പറയും. ആങ്കർ ടാഗ് എന്ന് പറഞ്ഞാൽ ഓരോരോ കൊളുത്തുകൾ, ആ വാക്കിന്റെ മീനിങ് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എ ടാഗ് എന്ന് പറഞ്ഞാൽ ആങ്കർ ടാഗ് അഥവാ ലിങ്കുകൾ അല്ലെ ഹൈപ്പർ ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടാഗ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടാഗുകളാണ് ആങ്കർ ടാഗ് അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ടാഗുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഹൈപ്പർ ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ആങ്കർ ടാഗുകൾ ഉപയോഗിക്കും. ആങ്കർ ടാഗിന്റെ നമ്മൾ നോട്ട് പാഡിനകത്താണെങ്കിൽ ഇത് മുഴുവൻ ഇന്ന് ടൈപ്പ് ചെയ്യണം. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് എ എന്ന് മാത്രം അടിച്ചു പോകും. സത്യത്തിൽ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ ഏറ്റവും വലിയ പ്രയോജനവും ഇത് തന്നെ. സിന്റാക്സ് നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ എ ടാഗ് നമ്മൾ പറഞ്ഞു, ഈ രണ്ട് ടാഗുകൾക്ക് ഇടയിലായിട്ടായിരിക്കും മുഴുവൻ കണ്ടന്റുകളും റിസൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ എ ടാഗ് ഓപ്പൺ ചെയ്തു, എ ടാഗ് ഇവിടെ വരെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ കൊണ്ട് എ ടാഗ് ക്ലോസ് ആയി. ഇത്രയും ഇതിനിടയ്ക്കായിട്ടായിരിക്കും എ ടാഗ് മുഴുവൻ തീരുക, അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മുഴുവനായിട്ട് തീരുക. എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ പറയാം. നിങ്ങൾ സാധാരണ കാണുമ്പോൾ ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിലായിരിക്കും. ക്ലിക്ക് ഹിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ എഴുതിയിരിക്കുന്നത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. നോർമലി ഇവിടെ ഈ ടെക്സ്റ്റ് മെറ്റീരിയൽ ഒന്ന് എനിക്ക് ക്ലിക്ക് ചെയ്താൽ ഒരു വ്യത്യാസം ഒന്നുമില്ല. ഞാനിത് പാരഗ്രാഫ് ടാഗിനകത്ത് കൊടുത്താണ്, എനിക്കിത് ക്ലിക്ക് ചെയ്താൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാനില്ല. പക്ഷേ ഈ ആങ്കർ ടാഗിനകത്ത് നമ്മളിപ്പോ ഞാനിപ്പോ ചുമ്മാ ഒരു വാക്ക് എഴുതാണ്, ക്ലിക്ക് ഹിയർ എന്ന് എഴുതി. ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും വരാനില്ല. പക്ഷെ എ ടാഗിനകത്ത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമലി ആ കാണുന്ന ഒരു, നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, നോർമലി ടെക്സ്റ്റ് മെറ്റീരിയൽ കാണുന്ന പോലല്ല, അതിന്റെ കളർ ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ആയിട്ട് മാറി. അതോടൊപ്പം തന്നെ നമുക്ക് നോർമലി ഇവിടെ പോയിന്റ് ചെയ്യുമ്പോൾ ഒരു വര പോലാണ് നമ്മുടെ കർസർ കാണുക. പക്ഷെ ഈ ലിങ്കുകളെ നമ്മൾ പോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പോലെ തന്നെ ആ കർസർ ചേഞ്ച് ആണ്. ആക്ച്വലി അങ്ങനെ വരുന്നത് പെട്ടെന്ന് നമുക്ക് ഹൈപ്പർ ടെക്സ്റ്റുകളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം കൂടാണ് ഇതുപോലുള്ള ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. അവയെ കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ പോയിന്റ് ചെയ്താൽ പോലും ഇതുപോലുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലേക്ക് നമുക്ക് CSS മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മാറ്റാം. ഞാൻ പറഞ്ഞു ബൈ ഡിഫോൾട്ട് ആയിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് കാണപ്പെടുന്നത് ഈ ഒരു രീതിയിലാണ്. ഇത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും മാറുന്നില്ല, അവിടെ തന്നെ നിന്ന് കിടന്ന് കറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ ലിങ്കുകളെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു പേജിലേക്ക് നമ്മളെ നാവിഗേറ്റ് ചെയ്യാറ്. അങ്ങനെയെങ്കിൽ ഇതാണ് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ഹൈപ്പർ ടെക്സ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഏത് പേജിലേക്ക് പോകണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലോ. അങ്ങനെ ഈ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന വാക്കിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഏതാണ് എന്ന് നമ്മളിത് ഇവിടെ ഈ hrefനകത്തായിരിക്കും മെൻഷൻ ചെയ്തത്. ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്ന് പറയും. നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയണ്ട, ഈ hrefനകത്തായിരിക്കും നമ്മൾ എഴുതി കൊടുക്കുക. നമുക്ക് പോകേണ്ടത് ക്രിസ്ത്യോതി കോളേജിന്റെ സൈറ്റിലോട്ട് അല്ലെങ്കിൽ ഇന്നോവസിന്റെ പേജിലോട്ട് തന്നെ പോകും. നിങ്ങൾക്ക് ഇന്നോവസിന്റെ ഈ പേജിലേക്ക്, ഈ പേജ് എങ്ങനെ ഓപ്പൺ ആയി വരുന്നത്, innovaslabs.org എന്ന് പറയുന്ന ലിങ്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യണം അല്ലെ. നമുക്ക് ഈ ലിങ്ക് തന്നെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഈ hrefനകത്ത് ഞാൻ പേസ്റ്റ് ചെയ്യാം. href ഈക്വൽ ടു ഡബിൾ കോഡിനകത്ത്
നമുക്ക് എങ്ങോട്ടേക്കാണോ പോകേണ്ടത്, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണോ ഡെസ്റ്റിനേഷൻ എഴുതി കൊടുക്കുക. അതിനുശേഷം ആങ്കർ ടാഗ്, ഈ ടാഗ് ക്ലോസ് ചെയ്തു. ഇത് ഓപ്പണിംഗ് ടാഗ് ആണ്. ഓപ്പണിംഗ് ടാഗ് ഇവിടെ കൊണ്ടാണ് തീരുന്നത്. ഓപ്പണിംഗ് ടാഗിനകത്ത് തന്നെയാണ് നമ്മൾ എഴുതി. അതിനുശേഷം ക്ലോസിംഗ് ടാഗിന് ഇടയ്ക്കായിട്ട് എന്ത് വാക്കാണോ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണോ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ആ കാര്യം കൂടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പേജ് നേരെ ഇന്നോവസിന്റെ സൈഡിലേക്ക് പോകും. ഇങ്ങനെയാണ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. href = ഇത് കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ നമ്മൾ നെറ്റ് നോക്കി തന്നെ നമ്മൾ ചെയ്ത് പഠിച്ചാൽ മതി പതുക്കെ പതുക്കെ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഈ ഓപ്പണിംഗ് ടാഗുകൾക്കകത്ത് തന്നെ എഴുതുന്ന ഈ എക്സ്ട്രാ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇവിടെ h1-നകത്ത് h1ന്റെ അപ്പുറമായിട്ട് രണ്ട് ആംഗുലർ ബ്രാക്കറ്റ് ഇട്ടു, അവിടെ കൊണ്ട് തീർന്നു. പക്ഷേ ഇവിടെ ആംഗുലർ ബ്രാക്കറ്റ് തീരുകയല്ല, അതിനുശേഷം ഈ href = എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ആട്രിബ്യൂട്ടുകളാണ്. ഈ പുതിയ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ടാഗിന് കൂടുതൽ ഫീച്ചേഴ്സ് അല്ലെ കൂടുതൽ കേപ്പബിലിറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ടാഗുകൾ ഉപയോഗിക്കുന്നത്. ബൈ ഡിഫോൾട്ട് ആയിട്ട് കുറെ ടാഗുകൾ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഒരു പരിധി വരെ കുറെ ടാഗുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ചെയ്തു വരുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ, ഒരു പേജിനകത്ത് തന്നെ ആണെങ്കിലും ശരി, ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് നമ്മളെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ href എന്ന് പറയുന്നത്. href = അല്ലെങ്കിൽ ആങ്കർ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലിങ്ക് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ഈ സൈറ്റിനകത്താണ് ശരി. ഇപ്പോ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഇത് കണ്ടോ, ഇതൊരു ഇമേജ് ആണ്. ഇവിടെ ഒരു ഇമേജ് കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോരോ ഇമേജുകളാണ് കേട്ടോ, ഇതെല്ലാം ഓരോ ഇമേജുകൾ. അങ്ങനെയെങ്കിൽ ഈ ഇമേജുകൾ എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ, നമ്മൾ ലിങ്കുകൾ കണ്ടു, ഇനി നമുക്ക് ഇമേജിനെ എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. ഓക്കെ, ഇമേജിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? ഇമേജിന് ഉപയോഗിക്കുന്ന ടാഗിന്റെ പേര് img എന്ന് പറയും. ഇമേജ് img. നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. img ജസ്റ്റ് img എനിക്ക് എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് മുമ്പേ വന്ന പോലെ തന്നെ ഉണ്ടോ, src = എന്ന് പറഞ്ഞൊരു ഇത് വന്നു. പിന്നെ ഓൾട്ട് നിങ്ങൾ ഇപ്പൊ ചെക്ക് ചെയ്യണമെന്നില്ല, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ ഇത് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും നേരവും അല്ലെ ഇന്നലെ ഇന്നും മുഴുവൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാ ടാഗിനും ഒരു ഓപ്പണിംഗ് ടാഗും ഒരു ക്ലോസിംഗ് ടാഗും. ഇവിടെ ഹെഡിങ്ങിനെ ഉണ്ടോ, ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. കാരണം സ്ലാഷ് ഉള്ളത് ക്ലോസിംഗ് ടാഗ് ആണെന്ന് പറയും. അങ്ങനെ എല്ലാ ഹെഡിങ്ങിനും ഉണ്ട്. പി ടാഗിനും അതുപോലെ തന്നെ ഉണ്ട്. എ ടാഗിന് വന്നപ്പോഴും ഇച്ചിരി അകത്ത് കുറച്ച് എക്സ്ട്രാ കമ്പോണൻസ് ഉണ്ട് എങ്കിൽ പോലും ഇവിടെ കൊണ്ട് ക്ലോസ് ആയി, ഇവിടെ വരെയാണ് ഓപ്പണിംഗ് ടാഗ് വന്നത്. ശേഷം ഇത്രയും പോർഷൻ ക്ലോസിംഗ് ടാഗ്. പക്ഷേ ഇമേജ് ടാഗിന് ക്ലോസിംഗ് ടാഗ് ഇല്ല, അല്ലെങ്കിൽ ക്ലോസിംഗ് ഇല്ല. ഇതിന് സിംഗിൾ ടാഗുകൾ എന്ന് പറയും. അങ്ങനെ വളരെ ഇപ്പൊ ഇമേജ് ടാഗ് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇമേജ് ടാഗിന് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് ഇപ്പൊ മനസ്സിൽ വിചാരിക്കാം. വേറെ കുറെ എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരുപാട് എക്സ്ട്രാ ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഓക്കെ, 76. ഓക്കെ, അപ്പൊ img ടാഗ്, ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ആണ് img. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയോ ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടാ, ക്ലിയർ. ഓക്കെ, ഓക്കെ. img ടാഗ് എന്ന് പറയുന്നത് img ടാഗ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇമേജ് ടാഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇമേജിനെ എങ്ങനെ കൊണ്ടുവരാം? നമ്മൾ മുമ്പേ കണ്ടു, ഇമേജ് ടാഗിന് വേണ്ടിയിട്ട് ലിങ്കിന് വേണ്ടിയിട്ട് നമ്മൾ href = എന്ന് പറഞ്ഞ എല്ലാം കൊടുത്തു. പക്ഷെ അകത്ത് ഈ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുത്തില്ല. ലിങ്ക് കാണാൻ അതുപോലൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ എങ്ങോട്ടും പോയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് ആ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. എന്നാൽ ഇവിടെ img src = ഇവിടെ നമുക്ക് ഇമേജിന്റെ ലിങ്ക് ആണ് കൊടുക്കേണ്ടത്. എന്ത് ഇമേജ് ആണോ നിങ്ങൾക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഇമേജിന്റെ ലിങ്ക് img src = src എന്നാൽ സോഴ്സ്, ഇമേജിന്റെ സോഴ്സ്. src എന്ന് പറഞ്ഞാൽ സോഴ്സിന്റെ ഷോർട്ട് ഫോം ആണ് src. അപ്പൊ
ഇമേജ് ടാഗ് ഓപ്പൺ ചെയ്തു, അതിനകത്ത് SRC എന്ന് പറഞ്ഞൊരു ഒരു ആട്രിബ്യൂട്ട്. SRC എന്ന് വെച്ചാൽ സോഴ്സ്. ഈ സോഴ്സ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു ഇമേജിന്റെ പാത്ത്, അതായത് എവിടാണ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് എവിടാണ് ഈ ഇമേജ് കിടക്കുന്നത് സിസ്റ്റത്തിനകത്ത്. ഒന്നുകിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം, ഇല്ലെങ്കിൽ ഓൺലൈനിലുള്ള ഏതെങ്കിലും ഒരു ഇമേജിന്റെ ലിങ്ക് കൊണ്ട് തരികയോ ചെയ്യും. രണ്ട് രീതി. എങ്ങനെയെങ്കിലും ഒരു ഇമേജിന്റെ സോഴ്സ് ഇതിന് കിട്ടിയാൽ മതി, ഇതിന് ആക്സസ് ചെയ്യാൻ പാകത്തിന്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു ഓൺലൈനായിട്ട് തന്നെ ഒരു ഇമേജിന് നമുക്ക് എടുക്കാം. ഏത് ഇമേജ് എടുക്കാം? ഇതിനെടുക്കാം. ഓക്കെ, ഇത് ഈ ഒരു ഇമേജ് ഞാൻ എടുക്കുകയാണ്. പെട്ടെന്ന് എളുപ്പമുണ്ട്. ഇതിന്റെ സൈസ് കുറച്ച് കൂടുതലാണ്, ആ ഇമേജിന് കുറച്ച് റെസല്യൂഷൻ കൂടുതലാണ്, അതുകൊണ്ടാണ്. ഇവിടെ കാണുമ്പോൾ വളരെ ചെറുതാണ്, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര വലിപ്പമായി. ഇങ്ങേറ്റം വരെ താഴെ വരെയുണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ CSS ഉപയോഗിക്കുന്നത്. CSS ഉപയോഗിച്ച് നമുക്ക് എന്തൊരു സാധനത്തിനെയും ഭംഗിയാക്കാൻ വെച്ചാൽ കൂടുതൽ കൺട്രോൾ ചെയ്യാം. സൈസ്, ഹൈറ്റ്, വിഡ്ത്ത്, ഫോണ്ട് ആണെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് CSS ചേഞ്ച് ചെയ്യാം. നമുക്കത് പറഞ്ഞു വരുമ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്ന് ഒരു ഇമേജിനെ എങ്ങനെ ഒരു വെബ് പേജിലേക്ക് ആഡ് ചെയ്യാം, അതിനാണ് നമ്മൾ IMG ടാഗ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. IMG ടാഗ് ഓപ്പൺ ചെയ്തു, ശേഷം SRC അഥവാ സോഴ്സ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്, അതിനകത്തേക്ക് രണ്ട് രീതിയിൽ ഇമേജിന്റെ സോഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഒന്നുകിൽ സിസ്റ്റത്തിനകത്തെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇമേജ് കിടപ്പുണ്ടെങ്കിൽ ആ ഇമേജിന്റെ പാത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഇമേജിന്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഞാൻ എന്റെ സിസ്റ്റത്തിൽ ഫോട്ടോ വല്ലതും ഉണ്ടോ എന്നൊന്ന്. ഓക്കെ, ബൂട്ട് ക്യാമ്പിന്റെ പോസ്റ്ററാണ് അത്, ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എളുപ്പം കിടക്കാൻ വേണ്ടിട്ട് നമ്മുടെ HTML ഫയൽ ഏതാണോ അതിന്റെ അടുത്ത് എവിടെയും തന്നെയാണ് ഇമേജ് ഫയൽ കിടക്കുന്നെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഞാനിപ്പോ hi.png, ഓക്കെ, എന്റെ പേര് മാറ്റി പെട്ടെന്ന് അടിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഈ ലിങ്ക് മാറ്റിയിട്ട് hi.png നോക്കട്ടെ. അത് ഹൈ റെസല്യൂഷൻ ഉള്ള ഫോട്ടോയാണ്, അതുകൊണ്ടാണ് ഇത് താഴോട്ട് കിടക്കുന്നത്. നല്ല വലിപ്പത്തിൽ കിടപ്പുണ്ട്. എന്തായാലും ഇമേജ് ലോഡായി. അപ്പൊ ഈ ഇത്രയും വലിപ്പമുള്ള ഇമേജിനെ ചെറുതാക്കുകയൊക്കെ നമുക്ക് ചെയ്യാം CSS കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് സിസ്റ്റത്തിനകത്തുള്ള ഇമേജിനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ഇമേജുകളുടെ ലിങ്ക് വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ രണ്ട് കാര്യമാണ്. ഒന്ന് ലിങ്കുകൾ ആഡ് ചെയ്യുക, മറ്റൊന്ന് ഇമേജ് ആഡ് ചെയ്യുക. ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ A ടാഗിനകത്ത് കൊടുക്കണം കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ. ഈ ടാഗിനും ഇടയിലുള്ള എന്ത് മെറ്റീരിയൽ, ഈ രണ്ട് A ടാഗുകൾക്കിടയിൽ, അതായത് A ഓപ്പണിങ്ങിന്റെയും A ക്ലോസിങ്ങിന്റെയും കൂടെ ഇടയ്ക്ക് എന്ത് മെറ്റീരിയലാണോ കിടക്കുന്നത് ആ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്കിലേക്ക് പോകും. അതാണ് A ടാഗ് അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓപ്പണിങ്ങോ ക്ലോസിങ്ങോ ഇല്ലാത്ത ഒരു സിംഗിൾ ടാഗ് ആണ്. അതിന്റെ ഫോർമാറ്റ് IMG ടാഗ് ആണ്. IMG ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുമെന്ന് നമ്മൾ പറഞ്ഞു. സോഴ്സും കൊടുക്കണം. ഓക്കെ, ഇവിടെ ഓൾട്ട് എന്ന് കിടപ്പുണ്ട്. ഞാൻ പറയുന്നത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഓൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആണ്. ഈ ഇമേജ് ലോഡ് ചെയ്യാൻ താമസിച്ചാൽ അവിടെ ഇമേജിന് പകരം അവിടെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എഴുതി വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ക്രീൻ റീഡിങ്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്ക്രീൻ ക്യാപ്ചർ റീഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഗൂഗിളിന്റെയും മറ്റ് പല സർവീസുകളുടെയും പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ ഒരു ഇമേജ് കണ്ടാൽ ഇമേജ് എന്തുവാണെന്നൊന്നും ആ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് അറിയണമെന്നില്ല. അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ ഇമേജിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മെറ്റീരിയലിൽ നിന്നായിരിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ സോഴ്സിൽ നിന്നുള്ള കണ്ടന്റ് എടുക്കാതെ എന്തെങ്കിലും എടുക്കണം എന്ന് വരുന്ന സിറ്റുവേഷൻസ് അപ്പൊ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമല്ല, എന്നാലും പറഞ്ഞു വന്നപ്പോ പറഞ്ഞതാണ്. ഇങ്ങനെ രണ്ട് സംഭവം എങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് വേണ്ടത് ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കണം മറ്റൊരു ലിങ്കിലേക്ക്, മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോകുന്നത്. ഞാനിവിടെ ടെക്സ്റ്റ് മെറ്റീരിയൽ കൊടുത്തത്.
ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയേക്കുന്നതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വെബ് പേജിലേക്ക് പോയി. എനിക്ക് വേണ്ടത് ഒരു ഫോട്ടോ. ഓക്കെ, സേ ഫോർ ഈ പോസ്റ്ററെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ക്രിസ്ത്യോദി കോളേജിന്റെ സൈറ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് പറയാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാം. അതായത് ഇവിടെ ടെക്സ്റ്റ് മെറ്റീരിയലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിങ്കിലേക്ക് പോകുന്നു. എനിക്ക് പോകേണ്ടത് ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിങ്കിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തെറ്റിപ്പോയാലും ആരുമില്ല. ഹലോ ചേട്ടാ, HRFന് ഇടയ്ക്ക് ഈ IMG ഇത് ഓപ്പൺ ചെയ്താലോ? അടിപൊളി, ഇത്ര ഉള്ള കാര്യം. അതായത് ഈ ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയിരിക്കുന്ന ഇടത്തോട്ട് ഇമേജ് ടാഗിന് എടുത്തിട്ടാ മതി അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചേ? എന്നിട്ട് നോക്കാം. ഇതുണ്ടോ? അത് പോയി. ഇപ്പൊ ഇമേജിലോട്ട് ഞാൻ പോയിന്റ് ചെയ്യുമ്പോഴത്തേക്ക് കർസർ മാറിയുണ്ടോ? ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേ സൈഡിലേക്ക് പോകും. പോയി, ഇത്രേ ഉള്ളൂ. ഈ നേരെ തിരിച്ചായിരുന്നെങ്കിലോ? അതായത് ഇപ്പൊ ഒരു ലിങ്കിനകത്ത് ഇമേജ് ആണ് കൊടുത്തേക്കുന്നത്, എന്നാൽ ഇമേജിനകത്ത് ഞാൻ ലിങ്ക് വെച്ചാലോ എന്ത് സംഭവിച്ചേനെ? ഇമേജ് കിടക്കും, ഇമേജിന്റെ മണ്ടക്കായിട്ട് ചെറിയൊരു ലിങ്ക് കിടക്കും. അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. പ്രോഗ്രാമിങ്ങിന്റെ പോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചുമ്മാ ലോജിക് വെച്ചിട്ട് ചെയ്ത് പോവുക, ട്രൈ ഔട്ട് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ഇമേജിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിങ്കിലേക്ക് പോകണമെങ്കിൽ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്കിനകത്ത് ടെക്സ്റ്റ് മെറ്റീരിയൽ എഴുതുന്നതിന് പകരം ഇമേജ് ടാഗിനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടാഗിനകത്ത് മറ്റൊരു ടാഗിനെ നെസ്റ്റിംഗ് ഓഫ് ടാഗ്സ് എന്ന് പറയും. നമ്മൾ നോക്കിയറിയാം, ഇവിടെ മുഴുവനെ നെസ്റ്റിംഗ് ആണ്. വലിയൊരു HTML ടാഗിനകത്താണ് ഈ രണ്ട് ഹെഡും ബോഡിയും കിടക്കുന്നത്. ബോഡിക്കകത്ത് പിന്നെ ഓരോന്ന്, പിന്നെ അതിനകത്ത്, അങ്ങനെ ഇതൊരു ഹൈറാർക്കിക്കലായിട്ട് ഇങ്ങനെ എഴുതി പോവുക. ഇതാണ് ആക്ച്വലി ബേസിക്കലി ഇങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് ബേസിക്കലി വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ കണ്ടന്റുകൾ ലോഡ് ചെയ്യുക. നമ്മൾ മെയിൻ ആയിട്ടുള്ള രണ്ട് സംഭവം നോക്കി, ലിങ്ക് നോക്കി, ഇമേജ് നോക്കി. നമുക്ക് വേറൊരു കാറ്റഗറി ഉണ്ട്, ലിസ്റ്റ്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കട്ടെ, ഞാനത് പറഞ്ഞു നമുക്ക്. ഓക്കെ, രണ്ടായിട്ട് കാണാം. നമുക്ക് ലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ലിസ്റ്റിന്റെ എക്സാമ്പിൾ സംഭവം നോക്കട്ടെ. ഓക്കെ, ഇതൊരു ലിസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, നേരത്തെ പിടിച്ച്. അതിനേക്കാളും നല്ല ലിസ്റ്റിന്റെ എക്സാമ്പിൾസ് എന്തിനു വേണേ പോകുന്നത്? ഇത് തന്നെ നോക്കാം. ഇവിടെ 1 2 3 4 5 6 എന്താ പറയാ. ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ സാധിക്കില്ല ഇതെങ്ങനെയാണ് ഈ പോർഷൻസ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോ എബൌട്ടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എബൌട്ടിലേക്ക് പോകുന്നുണ്ട്, ഗാലറി ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറിയിലേക്ക് പോകുന്നുണ്ട്, കോണ്ടാക്ടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കോണ്ടാക്റ്റിലേക്ക് പോകുന്നുണ്ട്, തിരിച്ച് സ്റ്റാർട്ടപ്പെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പിലേക്ക് പോകും. ഞാൻ മുമ്പേ പറഞ്ഞപ്പോ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ ഒരു പേജിനകത്തെ ഒരു പോർഷനിൽ നിന്നും മറ്റൊരു പോർഷനിലേക്കോ നാവിഗേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഈ ആങ്കർ ടാഗുകൾ ഉപയോഗിക്കണം. ഇനി ഒരു പേജിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ട്രാവേഴ്സ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിന് ഒരു പോയിന്റിനകത്തെ ഒരു പോർഷനെ അല്ലെങ്കിൽ ഒരു എലമെന്റിനെ നമുക്ക് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പാകത്തിന് നമുക്കൊരു ഒരു സാധനങ്ങൾ നമുക്ക് പഠിക്കാം. ഞാനത് പറയാം. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നത് ആങ്കർ ടാഗുകൾ തന്നെയാണ്. ഇത് സംശയം ഉണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് എലമെന്റ് കൊടുക്കുക. ഇൻസ്പെക്ട് എലമെന്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടോ കൃത്യമായിട്ട് സെലക്ട് ആണോ href ഈക്വൽ ടു ഹാഷ് ഫീച്ചേഴ്സ്. ഇതാ ഞാൻ ഹാഷ് ഫീച്ചേഴ്സ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്താ സംഭവം. href ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോകണം? സ്റ്റാർട്ടപ്പ്സെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോയിന്റിലേക്ക് പോകണം. അങ്ങനെ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ നിങ്ങൾ കാണുന്ന ഓരോ പേജുകളിലും നിങ്ങൾക്ക് താല്പര്യമുള്ള സാധനങ്ങൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അല്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇനി ലിസ്റ്റുകൾ പരിചയപ്പെടാം. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ
നല്ല എക്സാമ്പിൾസ് ഒന്നും കാണാത്തത് കൊണ്ട് ബേസിക്കലി രണ്ട് ടൈപ്പ് ലിസ്റ്റ് ആണ് ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, പെട്ടെന്ന് എക്സാമ്പിൾ കിട്ടി. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്. പേര് പറയാതെ തന്നെ അറിയാം. ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഒരു നമ്പറിംഗ് സിസ്റ്റം ഉണ്ടാവും. ഒന്നെങ്കിൽ 1 2 3 4 എന്നൊരു നമ്പറിംഗ് സിസ്റ്റം ഉണ്ടാവും, അല്ലെ മറ്റേതെങ്കിലും തരത്തിലായി നമുക്കത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ മേ ബി ഒരു ബുള്ളറ്റ് സിമ്പലോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് ആയിരിക്കും. ചിലപ്പോൾ സിമ്പിൾസ് പോലും കാണണം എന്നില്ല, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സിമ്പിൾസ് വേണോ വേണ്ടിയോ എന്നൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഓർഡറിൽ ഒരു സീക്വൻഷ്യൽ നമ്പറിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൊട്ടേഷൻ കാണും. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സിമ്പിൾസ് ആയിരിക്കും, ചിലപ്പോൾ സിമ്പിൾസ് പോലും കാണണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ലിസ്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ലിസ്റ്റുകളാണ്, ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് ആദ്യം നോക്കാം. ഓർഡേർഡ് ലിസ്റ്റിന്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ ടാഗ് എന്ന് പറഞ്ഞാൽ OL, ഓർഡേർഡ് ലിസ്റ്റ്. അപ്പോ ഓട്ടോമാറ്റിക്കലി അൺഓർഡേർഡ് ലിസ്റ്റിന്റെ എന്തുമായിരിക്കണം? UL, അൺഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റിന് OL, അൺഓർഡേർഡ് ലിസ്റ്റിൽ UL. ഓക്കെ, നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് ഞാൻ ആദ്യം നോക്കാം. OL, ഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റ്. ഒരു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഐറ്റംസ് കാണും, അല്ലേ? ഇപ്പോ കളയണ്ട, CML. ഓക്കെ, അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്. നമ്മൾ നോക്കുന്ന ആദ്യം ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഇവിടെ 1 2 3 4 4 ഐറ്റംസ് ഉണ്ട്. ഇവിടെ 4 ലിസ്റ്റ് ഐറ്റംസ് ഉണ്ട്. അപ്പോ ആദ്യം ഒരു നമ്മൾ മുമ്പേ പറഞ്ഞ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലായിരിക്കും ഒരു ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റിനകത്ത് 4 ലിസ്റ്റ് ഐറ്റംസ് ആണ്. ഓക്കെ, ലിസ്റ്റ് ഐറ്റംസ്. അതിനകത്ത് ഓരോ ഐറ്റംസിനെയും നമുക്ക് എങ്ങനെ നോട്ടിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഏത് ടാഗിനകത്ത് കൊടുക്കാം? ലിസ്റ്റ് ഐറ്റം, LI. ഓക്കെ, OL, ഓർഡേർഡ് ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓർഡേർഡ് ലിസ്റ്റിനകത്ത് ഓരോരോ ലിസ്റ്റുകൾ. നമുക്ക് ആദ്യം മാംഗോ. ഓക്കെ, അടുത്ത ലിസ്റ്റ് ഐറ്റം ആപ്പിൾ. പിന്നെന്താ? ഓറഞ്ച്. ഓക്കെ, കണ്ടില്ലേ? ഓർഡേർഡ് ലിസ്റ്റ് ആണ്, കാണാമെന്ന് വിചാരിക്കുന്നു. യെസ്, ഓർഡേർഡ് ലിസ്റ്റ് ആണ്. നമ്പറിങ്ങോട് കൂടി തന്നെ ലിസ്റ്റ് ആയിട്ട് വന്നോ. എന്നാൽ ഇതേ സാധനം തന്നെ അൺഓർഡേർഡ് ലിസ്റ്റിനകത്തായിരുന്നെങ്കിലോ? UL. ഞാൻ പറഞ്ഞു അൺഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ UL എന്ന് പറഞ്ഞ ടാഗിനകത്തായിരിക്കും അൺഓർഡേർഡ് ലിസ്റ്റ് എഴുതുക. ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ OL, ഓർഡേർഡ് ലിസ്റ്റ് OL, അൺഓർഡേർഡ് ലിസ്റ്റ് UL. നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്ന ഓരോ ലിസ്റ്റിനകത്തും ലിസ്റ്റ് ഐറ്റംസ് ഉണ്ടാകും. ഇതിനകത്ത് നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം മാംഗോ. പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്ത അതേ ആൻസർ തന്നെ, ബുള്ളറ്റ് തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ട് ഒരു സംഭവം കിട്ടി. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ സ്റ്റാർട്ടപ്സ് എബൌട്ട് സർവീസസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ സ്റ്റാർട്ടപ്പ് എബൌട്ട് സർവീസ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ എഴുതി കൊടുക്കാം. എന്നിട്ട് ഈ ബുള്ളറ്റ് സിമ്പലുകളെ മായ്ക്കാൻ വേണ്ടി നമുക്ക് CSSനകത്ത് വഴിയുണ്ട്. ബുള്ളറ്റ് സിമ്പലുകളെ മായ്ച്ചു. എന്നിട്ട് ഈ താഴെ എഴുതിയിരിക്കുന്നതിനെ റൈറ്റിലോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഓരോ കമ്പോണൻസ് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലത്തെ ദിവസം പറഞ്ഞ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ വരുന്ന അവിടെ. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഓരോ എലമെന്റ് ഇങ്ങനെ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ രണ്ട് ടൈപ്പ് ലിസ്റ്റ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇന്നത്തെ കാലത്തെ ഒരു വെബ്സൈറ്റുകൾക്കകത്തും ഇങ്ങനെ ഈ നോർമൽ ലിസ്റ്റുകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണില്ല. കാരണം ആരും അങ്ങനെ കുത്തിയിരുന്ന് എഴുതാറില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബാക്ക് എൻഡിൽ. അല്ലെങ്കിൽ നിങ്ങൾ ആ കോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണം, ഇതാണ് ഇന്നതിന്റെ സംഭവം. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റണം ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ. അതിനു വേണ്ടിയിട്ടാണ് ഈ ബേസിക് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ലിങ്ക്, ഇമേജ്. ഈ 3 കൺസെപ്റ്റ്, ലിങ്ക്, ഇമേജ്, ലിസ്റ്റ്, ഈ 3 കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഇന്നലെ നമ്മൾ പറഞ്ഞു വിടാവുന്ന കുറെ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. ഇനി കുറച്ച് കാര്യങ്ങളാണ് ഇനി 2 ദിവസത്തേക്ക് നമുക്ക് ചോദിക്കാം.
Okay, clear eye, Sony. Yes, Kalidas. Okay, ഇമേജിൻ്റെത് ഒന്നുകൂടെ പറയുമോ? ഓക്കെ, പറയാലോ. കുറച്ചുകൂടെ ചെറിയ ഇമേജ്, അത്രയും വലിയ ഇമേജ് വരുമ്പോഴത്തേക്ക് സ്ക്രീൻ നടത്തി എന്തെങ്കിലും ഇപ്പൊ ഇമേജ് ആണല്ലോ. Open image. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഒരു ലിങ്ക് ആണെങ്കിലും ശരി, ഇമേജിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ഇമേജിനെ കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇമേജിന്റെ എക്സ്റ്റൻഷൻ ഉണ്ടാകണം. .png, .jpg തുടങ്ങിയിട്ടുള്ള ലിങ്ക് ഉണ്ടാകും. നിങ്ങളിപ്പോ മുമ്പേ ഞാൻ എടുത്ത സമയത്ത് 1-2 ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ കളയാൻ കാരണം അതിന് കൃത്യമായിട്ടൊരു ഇമേജ് എക്സ്റ്റൻഷൻ ഇല്ലായിരുന്നു എന്നാണ്. ഇമേജ് എക്സ്റ്റൻഷൻ ഉള്ള ഇമേജ് ലിങ്കുകൾ മാത്രമേ ഓൺലൈനിൽ നിന്ന് നിങ്ങൾ എടുത്ത് യൂസ് ചെയ്യാവേ. ഓക്കെ, നമുക്ക് ഈ ഇമേജിനെ വെച്ച് ട്രൈ ചെയ്ത് മറ്റേ ഇമേജ് ഭയങ്കര സൈസ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കണം. ഇമേജിന്റെ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇമേജ് ടാഗിന്റെ കാര്യമാണ്. ഇമേജ് എന്ന് പറയുന്ന ടാഗിനെ നമ്മൾ എല്ലാ സൈറ്റുകൾക്കകത്ത് ഇഷ്ടംപോലെ ഇമേജുകളാണ്. അപ്പൊ അത്തരത്തിൽ ഇമേജുകളെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമേജുകളെ ഇപ്പൊ ലിങ്കിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ലിങ്ക് ആഡ് ചെയ്യാൻ വേണ്ടി ആങ്കർ ടാഗ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടിയിട്ട് OL ടാഗിനകത്ത് ഓരോരോ ലിസ്റ്റ് ഐറ്റംസിനെ ആഡ് ചെയ്യും. അല്ലെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ UL ടാഗിനകത്ത് ഓരോരോ ലിസ്റ്റ് ഐറ്റംസിനെ ആഡ് ചെയ്യും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇമേജ് ടാഗുകൾ അല്ലെങ്കിൽ ഇമേജിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ IMG ടാഗ് അല്ലെങ്കിൽ ഇമേജ് ടാഗ്, ഇമേജിന്റെ ഷോർട്ട് ഫോം IMG ടാഗ് എന്ന് പറയും. ജസ്റ്റ് VS കോഡ് ആയതുകൊണ്ട് തന്നെയും നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഹെൽപ്പ് കിട്ടുന്നത് കൊണ്ട് എല്ലാ കമാൻഡുകളും കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രാക്ടിക്കൽ വേയിൽ ഇത് ഉപകാരമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലല്ല. നമ്മളിപ്പോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാണാൻ പഠിക്കുമല്ലോ. അപ്പൊ IMG ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിയുക. ആദ്യം വരുന്ന ആൻസർ ഓപ്ഷൻ തന്നെ ജസ്റ്റ് അങ്ങ് എൻ്റർ അടിക്കുക. ഓക്കെ, IMG ടാഗ്. IMG ടാഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ടാഗുകളെ പോലെ അല്ല. IMG ടാഗ് നോർമലി എല്ലാ ടാഗുകൾക്കും ഒരു ഓപ്പണിംഗ് ടാഗും ഒരു ക്ലോസിംഗ് ടാഗും. നമ്മൾ ഇന്നലെ പറഞ്ഞു ഓപ്പണിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ 2 ആംഗിൾ ബ്രാക്കറ്റ്സിന് ഇടയ്ക്ക് എഴുതുന്നതായിരിക്കും. ക്ലോസിംഗ് ടാഗ് ആണെങ്കിൽ അതുപോലെ തന്നെ എഴുതും, പക്ഷെ ആ അകത്തെ കണ്ടന്റ് എഴുതുന്നതിന് മുന്നായിട്ട് ഒരു സ്ലാഷ് ഉണ്ടാകും. അതാണ് ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും തമ്മിലുള്ള വ്യത്യാസം. ഈ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയ്ക്കായിട്ടായിരിക്കും എൻ്റയർ ആ ഒരു ടാഗിന്റെ ലോജിക്ക് കിടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇമേജ് ടാഗിന് അങ്ങനെ സെപ്പറേറ്റ് ഓപ്പണിംഗ് ടാഗോ ക്ലോസിംഗ് ടാഗോ ഇല്ല. ആകെ കൂടി ഉള്ളത് ഒരൊറ്റ ടാഗേ ഉള്ളൂ. അതുകൊണ്ടാണ് സിംഗിൾ ടാഗ് എന്ന് അതിനെ എടുത്ത് പറയുന്നതിന് കാര്യം അത് തന്നെ. ആകെ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിന് ആകെ ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗ് ഇല്ല. ഓക്കെ, നോർമലി എല്ലാത്തിന്റെയും പോലെ തന്നെ ഇമേജ് ടാഗ് എന്ന് സൂചിപ്പിക്കാനായിട്ട് IMG വരുന്നു. പിന്നെ ഈ ഇമേജ് എവിടുന്ന് ഇമേജ് അല്ലെങ്കിൽ ഏത് ഇമേജിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇമേജിന്റെ സോഴ്സ് നമ്മൾ കാണിക്കുക. ആ സോഴ്സിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് SRC എന്ന് കൊടുത്തിട്ട് ഡബിൾ കോഡിനാണ് നമ്മൾ സോഴ്സ് എഴുതാം. സോഴ്സ് 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ സിസ്റ്റത്തിനകത്ത് എവിടെങ്കിലും കിടക്കുന്ന ഒരു ഇമേജിന്റെ പാത്ത് കൃത്യമായിട്ട് പറയും, ഇന്ന ഫോൾഡറിനകത്ത്, ഇന്ന ഡ്രൈവിനകത്ത്, ഇന്ന ഫോൾഡറിനകത്ത്, ഇന്ന ഇമേജ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഓൺലൈനിലുള്ള ഏതെങ്കിലും ഒരു ഇമേജിന്റെ ലിങ്ക് കൃത്യമായിട്ട് ഇതുപോലെ കോപ്പി ചെയ്തെടുക്കുക. ആ ലിങ്ക് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പേജ് റിഫ്രഷ് ചെയ്താൽ മറ്റേ ഇമേജ് തന്നെ മതിയായിരുന്നു, ഒരാവശ്യമില്ല. നല്ല സൈസ് ഇമേജ് വന്നു, ഇവിടെ ഉണ്ട്. അത് മറ്റേതിനെക്കാട്ടിലും നല്ല വലിപ്പം കൂടിയതായിരുന്നു. പോട്ടെ, ഇമേജ് വന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇമേജുകളെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ പോലെ
ഫുള്ള് ലിങ്ക് ഓൺലൈനിൽ നിന്ന് തന്നെ എടുക്കണമെന്നില്ല. ഞാൻ എന്റെ സിസ്റ്റത്തിനകത്ത് ഇവിടെ ഈ ഫോൾഡറിനകത്ത് ഇവിടെ വെബ് ഡിസൈൻ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇന്നലെ ക്രിയേറ്റ് ചെയ്താൽ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന arjun.html എന്ന് പറഞ്ഞ ഫയൽ പേജിന്റെ തൊട്ടടുത്തായിട്ട് hi.png എന്ന് പറഞ്ഞൊരു ഇമേജ് എന്റെ സിസ്റ്റത്തിൽ കിടക്കും. hi.png എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും എടുക്കും. ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിൽ നമുക്ക് ഇമേജുകൾ ആഡ് ചെയ്യാം. അത് ആ വലിയ ഇമേജ് ആണ്. നമ്മുടെ വെബ് ഡിസൈൻ ബുക്ക് ചെയ്യാൻ പോസ്റ്റർ ആണ്. ഭയങ്കര സൈസ് കൂടുതലായതുകൊണ്ട് ബാക്കി കാണാത്ത ഇങ്ങോട്ട് നീക്കിയാണ്. ഇതാണ് സംഭവം. ഞാൻ നമ്മുടെ കണ്ടന്റ് ആണ്. ബാക്കിലോട്ട് 25% ബാക്കിലോട്ട് പോയിട്ട് ഇത്രയാണ് കാണും. ഓക്കെ, എനിവേ അപ്പൊ അങ്ങനെ നമുക്ക് 2 രീതിയിൽ സോഴ്സുകൾ നമുക്ക് കാണിക്കാം. ഒന്നുകിൽ ഓൺലൈൻ ലിങ്കിന്റെ പാത്ത് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്തുള്ള ലിങ്കിന്റെ പാത്ത്, ഏത് വേണമെങ്കിലും നമുക്ക് കാണിക്കാം. പിന്നെ വേറെ ഒരു ഇമേജ് കൂടി ലിങ്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഇമേജ് ടാഗ് യൂസ് ചെയ്യണം. വേണം. എത്ര ഇമേജ് വേണോ അത്ര ഇമേജ് ടാഗുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഒന്നിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഇമേജ് ടാഗ് കൂടെ കൊടുത്തിട്ട് ഓക്കെ, ഒരു കാര്യം ചെയ്യാം. മേളിൽ നമ്മൾ ഓൺലൈൻ ആണല്ലോ എടുത്തത്. ഞാൻ ഇത് സിസ്റ്റത്തിനകത്തെ തന്നെ എടുക്കാം. hi.png 2 ഇമേജ് ടാഗ് റിഫ്രഷ് ചെയ്യാലോ. ബാക്കിലോട്ട് കണ്ടോ, ഇത് ഒന്നാമത്തേത്. ആദ്യത്തെ ഏതായിരുന്നു കൊടുത്തത്? പിക്സാബയിൽ നിന്ന് എടുത്ത ആ ഒരു അവതാർ ഇമേജ്. രണ്ടാമത് വന്നത് hi.png. കണ്ടില്ലേ, 2 കിടക്കുന്നത്. 25% ബാക്കിലോട്ട് അടിച്ചിട്ടാണ് കേട്ടോ കാണുന്നത്. ഇമേജിന് ഭയങ്കര ക്വാളിറ്റി കൂടുതലായതുകൊണ്ട്, റെസൊല്യൂഷൻ കൂടുതലായതുകൊണ്ടാണ് ഭയങ്കര വലിപ്പത്തിൽ കിടക്കുന്നുണ്ട്. ഒരു ഇമേജ് അത് കഴിഞ്ഞിട്ട് യെസ്. ഓക്കെ, വേറെ ഇമേജ് റിലേറ്റഡ് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? നല്ല ചോദ്യങ്ങളാണ്. അങ്ങനെ ചോദിച്ചാലേ നമുക്ക് അറിയുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇത്രയും പോർഷൻ ക്ലിയർ ആണോ? ആണെങ്കിൽ നമുക്ക് പതുക്കെ മുന്നോട്ട് പോവാം. ക്ലിയർ ആണോ? ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അല്ലെങ്കിൽ അഭിജിത്തിനും ആദ്യത്തിനും മനസ്സിലായോ ഈ പറഞ്ഞ 2 കേസ്? മനസ്സിലായി. ഓക്കെ, പതുക്കെ മുന്നോട്ട് പോവാം. ഇനിയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സത്യം പറഞ്ഞാൽ വെബ് പേജ് അല്ലെങ്കിൽ വെബ് ഡിസൈനിങ്ങില് ഇപ്പൊ പഠിക്കുന്ന വെബ് ഡിസൈനിങ്ങിനും ശേഷം നിങ്ങൾ ഭാവിയിൽ ഈ സ്റ്റാറ്റിക് വെബ് പേജുകൾ കഴിഞ്ഞിട്ട് ഡൈനാമിക് ആയിട്ട് പ്രൊജക്റ്റുകളിലൊക്കെ PHP ഉപയോഗിച്ച് അല്ലെങ്കിൽ ബാക്ക്-എൻഡ് ലാംഗ്വേജുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഒരിക്കലും കളയാൻ പറ്റാത്തൊരു ടാഗാണ് ഫോം ടാഗ് എന്ന് പറയാം. ഫോം. ഇതിനെ പെട്ടെന്ന് മനസ്സിലാകാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ഗൂഗിൾ ഫോം തന്നെ. ഗൂഗിൾ ഫോം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഫോം ടാഗ്, FORM. ഫോം ടാഗ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഫോമുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരു യൂസറിൽ നിന്നും മറ്റൊരാളിൽ നിന്നും ഇൻപുട്ടുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടന്റ് അവിടെ നിൽക്കട്ടെ എന്ന് പറയാം. ഫോം ടാഗ് യൂസ് ചെയ്യുന്നത് ഫോമുകളുടെ ബേസിക് പർപ്പസ് എന്താണെന്ന് മാത്രം മനസ്സിലാലോചിച്ചാൽ മതി. മറ്റൊരാളിൽ നിന്നും ഇൻപുട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോമുകൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ. ഇനി ഇത് എവിടെയൊക്കെ കാണുമെന്ന് നമുക്ക് ചെറിയ എക്സാമ്പിൾ നോക്കിയിട്ട് പോവാം. എല്ലാ വെബ്സൈറ്റിന്റെയും താഴെ ഇങ്ങനെ സാധനങ്ങൾ ഗെറ്റ് ഇൻ ടച്ച് അല്ലെങ്കിൽ കോൺടാക്ട് എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ. ഈ ഒരു സംഭവം മൊത്തത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ഫോം ടാഗിനകത്താണ്. ഇങ്ങനെ ഫോം ടാഗുകൾക്കകത്തായിരിക്കും ഇതുപോലുള്ള ഓരോരോ ഫീൽഡുകളും എഴുതി കൊടുക്കുന്നത്. ഈ ഫീൽഡുകളൊക്കെ എന്താണെന്ന് ഞാനിപ്പോ പറയാം, അതോടെ നിൽക്കട്ടെ. ഇത്തരത്തിൽ ഫോമുകള് അതായത് യൂസറിൽ നിന്നും എന്തെങ്കിലും ഇൻപുട്ട് നിങ്ങൾക്ക് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസറിൽ നിന്നും വാല്യൂ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫോം ടാഗുകൾക്കകത്തായിരിക്കണം എഴുതുന്നത്. മുമ്പേ നമ്മൾ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും എഴുതിയ സമയത്ത് എല്ലാ ലിസ്റ്റ് ഐറ്റംസിനെയും ഒന്നെങ്കിൽ UL ടാഗുകൾക്കിടയിൽ അല്ലെങ്കിൽ OL ടാഗുകൾക്കിടയിലാണ് കിട്ടുന്നത് അല്ലെ എന്ന് പറഞ്ഞതുപോലെ ഫോം ടാഗിനകത്തായിരിക്കും ഇതുപോലുള്ള എല്ലാ ഇൻപുട്ട് ഫീൽഡുകളെയും നമ്മൾ മെൻഷൻ ചെയ്തു. ഇൻപുട്ട് ഫീൽഡുകളാണിത്. ഞാനൊരു ഡീറ്റെയിൽ ഞാൻ പറയാം. ഇതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഇല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോം നോക്കിയാൽ മതി. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഗൂഗിൾ ഫോം ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഫോംസ്, സൈൻ അപ്പ് ഫോം, സൈൻ ഇൻ ഫോം, ലോഗിൻ ഫോമുകൾ ഏതൊക്കെ സൈറ്റിൽ എവിടൊക്കെ എന്തിനൊക്കെ യൂസറിൽ നിന്നും വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഏതെങ്കിലും ഒരു തരത്തിൽ ഫോം ടാഗിനകത്തായിരിക്കും. ഓക്കെ,
ഫോം ടാഗ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ കാണുന്ന പോലെ തന്നെ ഫോം ടാഗ്. ഫോം എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആദ്യമേ തരുന്ന ആ സംഭവത്തിൽ നിന്ന് എൻ്റർ അടിച്ചാൽ മതി, ബാക്കി ഓട്ടോഫിൽ ആയിക്കോളും. ഓക്കെ, ഈ ആക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോ വെബ് ഡിസൈനിങ് ബേസിക്സ് പഠിക്കുന്ന സമയത്ത് വലിയ ആവശ്യമില്ലാത്തൊരു സംഭവമാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. ഈ ഫോം ടാഗിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഡൈനാമിക് ആയിട്ട് യൂസറിൽ നിന്നും വാല്യൂ ഇൻപുട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അത് രണ്ട് രീതിയിലാകാം. ഒന്നെങ്കിൽ യൂസറിൽ നിന്നും വാല്യൂ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നതാകാം, ഇല്ലെങ്കിൽ കുറെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ യൂസറിന്റെ ഡാറ്റാബേസിൽ നിന്നും ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്ത് ഡൈനാമിക് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലും. അപ്പൊ അതിനെ ഗെറ്റ്, പോസ്റ്റ് തുടങ്ങിയിട്ടുള്ള രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേൾക്കും. ഇപ്പൊ അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ട് ഇപ്പൊ ആ ഫീൽഡ് നിങ്ങൾ ഫിൽ ചെയ്യണ്ട. നമുക്ക് ഡിസൈൻ പാർട്ട് നോക്കാം, സ്റ്റാറ്റിക് പേജിന്റെ ആ ഒരു പോർഷൻ നോക്കാം. ഗെറ്റ്, പോസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം പറയാം. ഗെറ്റ് എന്ന് പറഞ്ഞാൽ യൂസറിൽ നിന്നും ഡിസ്പ്ലേ ആയിരിക്കും കൂടുതലായിട്ട്, എന്താ പറയാ, യൂസറിന് വാല്യൂ റീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ പാകത്തിന് നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് വഴി, അങ്ങനെ അതിനെ പറയാം, ഗെറ്റ് റിക്വസ്റ്റ്, പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയും. ഗെറ്റ് റിക്വസ്റ്റ് വഴി നമ്മൾ എവിടെ നിന്നെങ്കിലും കുറെ ഡാറ്റ എടുത്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കും യൂസറിന്. പോസ്റ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ യൂസറിൽ നിന്നും വാല്യൂ നമ്മൾ എടുത്തുകൊണ്ട് എന്തെങ്കിലും പർപ്പസ് നമ്മൾ ഇങ്ങോട്ട് എടുക്കും. ഓക്കെ, അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അത് ആക്ഷൻ ആപ്പായിരിക്കും, രണ്ട് ടൈപ്പ് ആക്ഷൻ, ഒന്നെങ്കിൽ ഗെറ്റ് ആക്ഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ആക്ഷൻ. അത്രയും മാത്രം മനസ്സിലാക്കുക. അതിപ്പോ നോക്കണ്ട. നമുക്ക് വേണ്ട ഡിസൈൻ പാർട്ടാണ്. ഇത്രയുമാണ് ഫോമിന്റെ ഓപ്പണിംഗ് ടാഗ്, ഇത്രയുമായിരിക്കും ക്ലോസിംഗ് ടാഗ്. ഇതിനിടയ്ക്കായിരിക്കുമല്ലോ നമ്മൾ ബാക്കി ഫോമിന്റെ കണ്ടന്റുകൾ മുഴുവൻ എഴുതുക. ഓക്കെ, ഫോം ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഇനി ഇതിനകത്ത് നമുക്ക് ഇൻപുട്ടുകൾ യൂസറിൽ നിന്ന് സ്വീകരിക്കാം. യൂസറിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഡാറ്റയാണ് അക്സെപ്റ്റ് ചെയ്യുക? യൂസറിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഡാറ്റയാണ് അക്സെപ്റ്റ് ചെയ്യുക? എന്ത് ഡാറ്റ വേണമെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് ടെക്സ്റ്റ് മീറ്റ്, നമ്മൾ പല ടൈപ്പ് ഫോമുകൾ, പല ടൈപ്പ് കണ്ടന്റുകളാണ്. പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, ചിലപ്പോൾ ഫയൽ അപ്ലോഡിങ് ആയിരിക്കും, ചിലപ്പോൾ ഇമേജ് അപ്ലോഡിങ് ആയിരിക്കും, ചിലപ്പോൾ വേറെന്താ, ചിലപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ആയിരിക്കും, ചിലപ്പോൾ ഈ ചെക്ക് ബോക്സുകളായിരിക്കും, ചിലപ്പോൾ ഈ മറ്റേ മെയിൽ ഫീമെയിൽ ജെൻഡർ ക്ലിക്ക് ചെയ്യുമ്പോഴേ മറ്റേ റൗണ്ട് കുത്തുപോലത്തെ സംഭവമായിരിക്കും. അങ്ങനെ പല ടൈപ്പ് സംഭവങ്ങൾ നമ്മൾ പല ഗൂഗിൾ ഫോമുകൾ കണ്ടു. ഗൂഗിൾ ഫോം ഞാൻ പറഞ്ഞില്ലേ, ഫോമിനെ മനസ്സിൽ കാണുന്നത് ഗൂഗിൾ ഫോമിനെ മനസ്സിൽ കാണുന്നത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതിനകത്ത് ഓരോ ഫീൽഡുകളും ഓരോ ടൈപ്പ് ഇൻപുട്ടുകളാണ്. അപ്പൊ യൂസറിൽ നിന്നും എന്തൊരു ഇൻപുട്ടും നമ്മൾ സ്വീകരിക്കാൻ ഉപയോഗിക്കുന്ന ടാഗുകൾ ഫോം ടാഗുകൾക്കകത്തായിരിക്കും എഴുതുന്നത്. അതിനകത്ത് നമുക്ക് ഓരോരോ ടൈപ്പ് ഡാറ്റയെ നമുക്ക് ഓരോരോ ടൈപ്പ് ഇൻപുട്ട് ഫീൽഡുകളിലൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഓരോ ടൈപ്പ് ഡാറ്റയ്ക്കും ഓരോ ടൈപ്പ് ഇൻപുട്ട് ഫോമുകളായിരിക്കും ഉണ്ടാകുക. ഇൻപുട്ട്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ഫീൽഡുകൾ, ഇൻപുട്ട് ടാഗുകൾ. സെയിം ഇൻപുട്ട് ടാഗുകൾ എടുക്കുക. ഇൻപുട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, മുമ്പേ നമ്മൾ ഇമേജ് ടാഗ് കണ്ടതുപോലെ തന്നെ ഒരു ടാഗാണ് ഇൻപുട്ട് ടാഗ്, സിംഗിൾ ടാഗ് ആണ്. അതിന് ക്ലോസിംഗ് ടാഗിന്റെ ആവശ്യമില്ല. ഇമേജ് ടാഗ് പോലെ തന്നെ ഒറ്റ ടാഗ്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞു. അത് ഔട്ട്പുട്ട് ഞാനിപ്പോ കാണിക്കാം. ഇവിടെ എനിക്കിവിടെ നെയിം ആണ് വേണ്ടത്, നെയിം എൻട്രി ചെയ്യാൻ ഒരു പ്ലേസ് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ ഈ ഇമേജിന്റെ ലൈൻ ഒന്ന് കമന്റ് ചെയ്യാണ്. നിങ്ങൾ ഈ CPP ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മൾ ഈ സിസ്റ്റത്തിന് റൺ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടാത്ത കോഡ് അവിടെ ചിലപ്പോൾ ആ പേജിനകത്ത് തന്നെ കാണും. എന്നാൽ അത് റൺ ചെയ്യുന്ന സമയത്ത് അത് റൺ ആകരുതെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റുകളായിട്ട് ഇടുമെന്ന് പറയും. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കമന്റ് ആയിട്ട് ഇടുന്നതാണ് ഇത്. അല്ല, വേണം കട്ട് ചെയ്ത് തന്നെയാണ് കോംപ്ലക്സ് ആയിട്ട്. ഞാനായി ഇത് ഇമേജ് ഇവിടെ ഞാൻ കട്ട് ചെയ്യും. ഇമേജ് ഞാൻ വീണ്ടും വേറെ ഇടാം, പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇത് പുതിയതായിട്ട് ഇപ്പൊ വന്നൊരു സാധനമല്ലേ, കണ്ടോ? ഇങ്ങനല്ലേ നിങ്ങളുടെ എല്ലാ ഗൂഗിൾ ഫോമുകളിലും ഇതുപോലെ സാധനമല്ലേ വരുന്നത്? നമ്മൾ അങ്ങനെ ഒരു ഇൻപുട്ട് ടാഗ്, അതായത് യൂസറിൽ നിന്നും ഒരു ടെക്സ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പേര്, അഡ്രസ്, അല്ലെങ്കിൽ എന്താ പറയാ, ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അങ്ങനെ ടെക്സ്റ്റ് മെറ്റീരിയൽസ് ആണ് നമുക്ക് യൂസറിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ
ഇൻപുട്ട് എല്ലാം ഇൻപുട്ടാണ്, എല്ലാം പല ടൈപ്പ് ഇൻപുട്ടുകളാണ്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും ടെക്സ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും. എന്നാൽ ഇത് നമ്പർ ആണെങ്കിലോ, ഇപ്പൊ മൊബൈൽ നമ്പർ, ഹൗസ് നമ്പർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവമാണെങ്കിൽ നമ്മളിവിടെ നമ്പർ എന്ന് കൊടുത്താൽ മതി. ബട്ട് ജനറലി നമ്പറും ടെക്സ്റ്റും എല്ലാം നമുക്ക് ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ടെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, നെയിം ഫീൽഡ്. അങ്ങനെയെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചിലപ്പോ പാസ്വേഡുകൾ എഴുതുമ്പോൾ ഈ ഒരിക്കലും ഫുൾ അത് എഴുതി വരാറില്ല. നമ്മളിപ്പോ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ കുത്തുകുത്തായിട്ടാണ് വരാറ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് വേറൊരു ടൈപ്പ് ഇൻപുട്ടുകളാണ്. നമ്മൾ ആ ടൈപ്പ് ഇൻപുട്ടുകൾ നമ്മൾ പാസ്വേഡുകൾ നൽകാം. നമുക്ക് പാസ്വേഡുകൾ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് ആണെങ്കിൽ സെയിം, എല്ലാം ഇൻപുട്ടുകൾ തന്നെയാണ്, പല ടൈപ്പ് ഇൻപുട്ടുകളാണെന്ന് മാത്രം. ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് അല്ല, പകരം പാസ്വേഡ്. ഇത് ഞാനിപ്പോ റൺ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് ആണിത്. ടെക്സ്റ്റിനകത്ത് ഇവിടെ അടിക്കുമ്പോൾ ടെക്സ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്, പക്ഷെ പാസ്വേഡിനകത്ത് അടിക്കുമ്പോൾ ഇത് കണ്ടോ കുത്തുകുത്തായിട്ടല്ലേ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ലോഗിൻ ഫോം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സമയത്തെ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് തുടങ്ങിയ ഫീൽഡുകളൊക്കെ ഇങ്ങനല്ലേ വരാറ്. ഇപ്പൊ മനസ്സിലായില്ലേ അതെങ്ങനെയാണ് ഫീൽഡ് ചെയ്യുന്നത്? അപ്പോ ഇതെല്ലാം യൂസറിൽ നിന്നും സ്വീകരിക്കുന്ന പല ടൈപ്പ് ഡാറ്റയാണ്. ഇനി നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ആണ്, ടെക്സ്റ്റിന്റെ സ്ഥാനത്ത് നമ്പർ നിട്ടാൽ മതി. ഇനി ഫയൽ അപ്ലോഡിങ് ആയിരിക്കും, ചിലപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഒരു ഫയൽ സബ്മിഷൻ ആയിരിക്കും, ഇൻപുട്ട് ടൈപ്പ് കൊണ്ട് ഫയൽ കൊടുത്താൽ മതി. ഇനി നമ്മൾ നിങ്ങൾ ഈ ജെൻഡർ എന്റെ അവിടെ സ്ഥിരം കണ്ടിട്ടുള്ള എല്ലാവർക്കും ഡൗട്ട് ഉള്ള സംഭവമാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് പറയും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. മെയിൽ കണ്ടോ, ഇതല്ലേ നിങ്ങൾ ഇങ്ങനൊരു സംഭവം അല്ലേ നമ്മൾ ഈ ഇത് കാണാറ്. എന്തിലാണ് മെയിൽ ഫീമെയിൽ ജെൻഡറിന്റെ എൻട്രി ചെയ്യാൻ നേരം മെയിൽ കാണും, ഇതേപോലെ തന്നെ ഫീമെയിലിന്റെ കാണും. ഇതല്ലേ സംഭവം. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സാധനമാണ്. ഇങ്ങനെയാണ് യൂസറിൽ നിന്നും പല ടൈപ്പ് ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്തത്. ഇപ്പൊ ബേസിക്കലി ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ടാഗാണ്. ആ ടാഗിനകത്ത് പല ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മൾ വാങ്ങിയത്. അത് ചെക്ക് ബോക്സ് നിങ്ങൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് നമുക്ക് നിർത്തുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ഇത് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ട്. സ്ഥിരം ഫോമുകളുടെ താഴെ ഈ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് അങ്ങനെ നമ്മൾ എഴുതുമല്ലോ. അങ്ങനെ എഴുതുന്ന കുറെ കണ്ടന്റ് ആണ്. ഞാൻ കുറച്ച് കണ്ടന്റ് ചുമ്മാ ഭംഗിയായിട്ട് എഴുതാം. ഇതുണ്ടല്ലേ, ഇങ്ങനെ കുറെ കണ്ടന്റ് വന്നിട്ട് ആ കണ്ടന്റിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സംഭവിക്കും. നമുക്ക് ഇങ്ങനെ ടിക്ക് ചെയ്യാനായിട്ട് അല്ലെ, ചിലപ്പോ മൾട്ടിപ്പിൾ ആൻസറുകൾ നമുക്ക് ടിക്ക് ചെയ്യേണ്ട ഓപ്ഷനകത്ത് ഇതേ ഒരു ടൈപ്പ് ഇൻപുട്ട് ഫീൽഡുകളാണ്. അപ്പൊ ഇതെല്ലാം ഓരോരോ ടൈപ്പ് ഇൻപുട്ട് ഫീൽഡുകളാണ്. ഇങ്ങനെ യൂസറിൽ നിന്നും നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റ അക്സെപ്റ്റ് ചെയ്താലും അതെല്ലാം ഇതുപോലെ ഈ ഒരു ഫോം ടാഗുകൾക്കകത്തായിരിക്കും എഴുതുന്നത്. ഇതെല്ലാം ഓരോരോ ടൈപ്പ് ഓഫ് ഇൻപുട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ടാഗ് എഴുതുക, എന്നിട്ട് അതിനകത്തെ ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞ പോർഷൻ മാത്രം നമ്മൾ മാറ്റി കൊടുക്കും. ടെക്സ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, പേര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് മെറ്റീരിയൽ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുക. ഈ പാസ്വേഡ് ആണ്, സീക്രട്ട് ആണ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പുറത്താരും കാണാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ നമ്മുടെ പാസ്വേഡ് എന്ന ടൈപ്പ് കൊടുക്കുക. മെയിൽ ഫീമെയിൽ തുടങ്ങിയുള്ള ജെൻഡറുകളാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ റേഡിയോ ബട്ടൺസ്, ടിക്ക് ബോക്സുകൾ ആണ് വേണമെങ്കിൽ ചെക്ക് ബോക്സ്. അങ്ങനെ നൂറുകണക്കിന് സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് W3 Schools-ന്റെ ഇത് നോക്കിയാൽ മതി. കാരണം ഇതെല്ലാം ബേസിക്കലി സെയിം സാധനം തന്നെയാണ്. ഇൻപുട്ട് ടൈപ്സ്, പല ടൈപ്പ് ഇൻപുട്ടുകളുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുണ്ടല്ലേ, ബട്ടൺ, ചെക്ക് ബോക്സ്, കളർ, ഡേറ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഡേറ്റ്, ഇമെയിൽ മാത്രമായിട്ട് കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇമെയിൽ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയൽ അപ്ലോഡിങ്ങിന് വേണ്ടിയിട്ട്,
അതുപോലെ തന്നെ നമ്പർ, പാസ്വേഡ്, റേഡിയോ, റേഞ്ച്, റീസെറ്റ്, സെർച്ച്, സബ്മിറ്റ്. ഈ സബ്മിറ്റ്, ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് പറയുന്നത് മിക്കവാറും ഈ കൊടുക്കുന്നത് ഒരു ഫോം സബ്മിഷന് വേണ്ടിയിട്ടാണ്. ഫോം സബ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫോം, ലോഗിൻ ഫോമിന്റെ ഒക്കെ അവസാനം നമ്മൾ ഒന്നെങ്കിൽ ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ഫൈനൽ ബട്ടൺ കാണുമല്ലോ, ആ ബട്ടണിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ടൈം, URL, വീക്ക്, അങ്ങനെ ഓരോ HTML വേർഷൻസ് വരുമ്പോഴും പുതിയ പുതിയ ടൈപ്പുകൾ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതൊന്നും പുതിയ പുതിയ HTML5 വന്ന സമയത്ത് ഇതാണോ ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ ഓരോ ആവശ്യത്തിനും ഓരോരോ ടൈപ്പുകളാണ്. എല്ലാം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമുക്ക് എല്ലാ പോർഷൻസും ഇങ്ങനെ ഒന്ന് കണ്ടു കേട്ട് പോകാനായിട്ട് പറ്റില്ല. ബേസിക്കലി ഇതാണ് ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം സ്വീകരിക്കണമെങ്കിൽ അത് ഫോം ടാഗുകൾക്ക് അകത്തായിരിക്കണം. ഇൻപുട്ടുകൾ ടൈപ്പ് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ടൈപ്പാണോ യൂസറിൽ നിന്ന് ഡാറ്റ സ്വീകരിക്കേണ്ടത് ആ ടൈപ്പ് എഴുതി കൊടുക്കുക. അതാണ് ബേസിക്കലി ഈ ഒരു സെക്ഷൻ. പറഞ്ഞാൽ മനസ്സിലായോ ആ ഒരു പോർഷൻ, അതോ ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ ഇൻപുട്ടിന്റെ അല്ലെ ഫോമും ഇൻപുട്ടും ഉള്ള ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, മനസ്സിലായി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇന്നോ നാളത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, എത്ര കാലം കഴിഞ്ഞാൽ ഈ ഫോമും സംഭവങ്ങളും വേണ്ടതാണ്. ഓക്കെ, റേഡിയോ എന്തിനാ ഉപയോഗിക്കുന്നത്? ഓക്കെ, റേഡിയോ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എടാ, റേഡിയോ ബട്ടൺസ് നല്ല എക്സാമ്പിൾ ഇവിടെ തന്നെ കാണും. ഈ മെയിൽ, ഫീമെയിൽ, അതായത് ഈ A or B, മനസ്സിലായി? അതായത് ചെക്ക് ബോക്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഇഷ്ടമുള്ള അത്രയും നമുക്ക് ടിക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ ചെക്ക് ബോക്സുകൾ, മറ്റേ ടിക്ക് കണ്ടില്ലേ, ടിക്ക് സാധനം, ഇങ്ങനെ നമുക്ക് ടിക്ക് ചെയ്തിരിക്കും. 3-4 ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്തെടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് ബോക്സ് പോയി. എന്നാൽ റേഡിയോ ബട്ടൺ എന്ന് പറയുന്നത് A or B. ഫോർ എക്സാമ്പിൾ, ഒരു ഫോമിനകത്ത് ജെൻഡർ, മെയിൽ, ഫീമെയിൽ 2 കോളങ്ങൾ, അല്ലെങ്കിൽ മെയിൽ, ഫീമെയിൽ, അതേഴ്സ്, അങ്ങനെ 3 കോളങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒരു 3 എണ്ണം തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ അതും ഇതേപോലെ തന്നെ ഡിസ്പ്ലേ ആകണം. 3 എണ്ണം 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഫോമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെ അങ്ങനെയുള്ള കണ്ടന്റുകൾക്ക്, ഈ ബൈനറി ആയിട്ടുള്ള ആൻസറുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഡിയോ ബട്ടൺസ് ഉപയോഗിക്കുന്നത്. ചിലതുണ്ട്, ഈ ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതുകൂടെ പറയാം. ഓക്കെ, അത് ആക്ച്വലി പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്, കുഴപ്പമില്ല, പറയാം, അതുകൂടെ പറയാം. മനസ്സിലായോ? അത് ബൈനറി ആയിട്ടുള്ള വാല്യൂ വരുന്ന കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെയിൽ ഓർ ഫീമെയിൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ റേറ്റ്, ഒരു സംഭവത്തിനെ റേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് റേറ്റ് ഫ്രം 1 to 4, 1, 2, 3, 4 ഏതെങ്കിലും ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്തെടുക്കുക. ഒരേ സമയം നമുക്ക് 1 എന്ന് പറയുന്ന റേറ്റിംഗ് 4 എന്ന് പറഞ്ഞ റേറ്റിംഗ് കൂടെ ഒന്നിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ബൈനറി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട കേസുകൾ, അങ്ങനെയുള്ള വരുന്നതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. മെയിൽ ഓർ ഫീമെയിൽ രണ്ടും കൂടെ ഒരേ സമയം സെലക്ട് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ള ബൈനറി കണ്ടന്റുകൾക്ക് വേണ്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് സെലക്ട് കൂടെ പറയാം. സെലക്ട് എന്ന് പറയുമ്പോൾ ഈ ഡ്രോപ്പ് ഡൗണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡ്രോപ്പ് ഡൗൺ ഒരു ലിസ്റ്റ് കാണാം. ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് സെലക്ട് എന്ന് പറയുന്നത്. സെലക്ട് മുമ്പേ കണ്ട പോലെ തന്നെ നെയിമും ഐഡിയും ഒക്കെ ചോദിക്കും. ഈ ഐഡിയുടെ സംഭവം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. CSSന്റെ നട്ടലെന്ന് പറയുന്നതിന് ഐഡിയും ക്ലാസ്സുമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ ദിവസം പറയാം. അതവിടെ നിൽക്കട്ടെ. നെയിമും ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. സെലക്ട് ടാഗ് മുമ്പേ നമ്മൾ കണ്ട പോലെ ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഓപ്പണിംഗ് ടാഗിന്റെയും ക്ലോസിംഗ് ടാഗിന്റെ ഇടയ്ക്കായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും ഓയിൽ ടാഗിനകത്ത് ഓരോരോ ലിസ്റ്റ് ഐറ്റംസ് ആയിട്ടല്ല നമ്മൾ കൊടുത്തത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇതിനകത്ത് ഡ്രോപ്പ് ഡൗൺ ആകുമ്പോൾ ഓരോരോ ഓപ്ഷൻസ് ആണ്. അപ്പൊ ഓപ്ഷൻസ് ടാഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞു കാണും. ആ വാല്യൂ ഈ പറഞ്ഞ പോലെ ബാക്ക് എൻഡ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്
ആയിരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. നിങ്ങൾ ഈ ഓപ്ഷൻ ടാഗിന് ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും മെറ്റീരിയൽ എഴുതി. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഓപ്ഷൻ എന്താ പറയാ, ജസ്റ്റ് 2 ഓപ്ഷൻ മാത്രം ചുമ്മാ കൊടുത്തു. ഡ്രോപ്പ് ഡൗൺ എന്താണെന്ന് കാണിച്ചിട്ട് പറയാം. ഇതുണ്ടോ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരുന്നത്? ഡ്രോപ്പ് ഡൗൺ താഴോട്ടായിട്ട് തന്നെ വരും. അത് താഴോട്ടേക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് വരുന്നത്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് താഴോട്ട് തന്നെ വരും. ഇങ്ങനെ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് ഇപ്പൊ ആണല്ലോ BMW, വോൾവോ, ഒരെണ്ണം കൂടെ ഒക്കെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കാനാണ് നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻ വാല്യൂ. ഓപ്ഷനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗണിൽ നമുക്കൊരു മെറ്റീരിയലിനെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗണുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ട് ടാഗ് സെലക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ പല ടൈപ്പിലുള്ള ഇൻപുട്ടുകളുണ്ട്. ഇത്രയും ഒന്നും അല്ല, പല ടൈപ്പിലുള്ള പല വേരിയന്റ് ആയിട്ട്. പക്ഷെ ഇത്രയൊക്കെയാണ് മെയിൻലി കണ്ടുവരുന്നത്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെ എല്ലാ ടാഗുകളൊന്നും ആരും ഒരു വെബ്സൈറ്റിൽ ഉപയോഗിക്കാം. ഇതിനെ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്ത് പല ഭംഗിയിലാക്കി എടുക്കാം. ഡ്രോപ്പ് ഡൗണുകളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഇതിനേക്കാളും എളുപ്പമുള്ള മാർഗങ്ങളുണ്ട്, ബൂട്ട്സ്ട്രാപ്പ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഇതൊന്നും ആരും ഇത്ര എഴുതാറുണ്ട്. പക്ഷെ സെലക്ട് ടാഗുകളാണ് ഡ്രോപ്പ് ഡൗണിന് വേണ്ടി ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. ഇങ്ങനെ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രോപ്പ് ഡൗണിൽ ഒരു വാല്യൂ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ 2 ടാഗുകൾക്കകത്ത് എന്ത് എഴുതിയാലും അത് സ്റ്റാറ്റിക് കണ്ടന്റ് ആണ്, അത് ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ പാസ് ചെയ്യണം. ഇപ്പൊ വോൾവോ ആണ് സെലക്ട് ചെയ്തെങ്കിൽ 1 പാസ് ചെയ്യണം, BMW സെലക്ട് ചെയ്തെങ്കിൽ 2 പാസ് ചെയ്യണം, ഇത് ആണെങ്കിൽ 3, ഇതാണെങ്കിൽ 4, അങ്ങനെയൊക്കെ നമുക്ക് എന്നിട്ട് ഏത് ഓപ്ഷൻ ആണ് 4 ആണ് സെലക്ട് ചെയ്തെങ്കിൽ ഇപ്പൊ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിസാന്റെ കുറെ ഫോട്ടോസ് കാണിക്കണം, അല്ലെങ്കിൽ BMW കുറെ ഫോട്ടോ കാണിക്കണം. ഡ്രോപ്പ് ഡൗണിൽ നമ്മൾ BMW എന്നാണ് സെലക്ട് ചെയ്തതെങ്കിൽ അത് കമ്പയർ ചെയ്യണം. അപ്പൊ ഇഫ് വാല്യൂ ഈക്വൽ ടു 2 എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഐ മീൻ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത്, വെബ് ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടാണ് വാല്യൂ ഒക്കെ. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബാധിക്കുന്ന കാര്യമല്ല. ഇത് ഇങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ് മെയിൻലി ഇൻപുട്ടുകൾ വരുന്നത്. ഒരു ചെറിയ ഇപ്പൊ നാളത്തേക്ക് വേണ്ടിയിട്ട് നാളെ നമ്മളിപ്പോ CSS ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പൊ അതിനേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു തുടങ്ങി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്നിപ്പോ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി. ഇന്നിപ്പോ ഒരു 9:15 ആകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, അല്ല ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് CSS എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റൈലിംഗ് ആണ്. ഇന്ന് നിങ്ങൾ കാര്യം ചെയ്യാം. ഇന്നിപ്പോ നമ്മൾ കുറെ ടാഗുകളും കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഒരു രജിസ്ട്രേഷൻ ഫോം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടത് പേര്, മൊബൈൽ നമ്പർ, മെയിൽ ഓർ ഫീമെയിൽ, ജെൻഡറിന്റെ ഒരു സംഭവം, അങ്ങനെ 1-2 ഒരു 5 ടാഗുകൾ വെച്ചിട്ട് അതിന്റെ മേളിലായിട്ട് ഇപ്പൊ രജിസ്ട്രേഷൻ ഫോം എന്നൊരു ഏതെങ്കിലും ഒരു ഹെഡിങ് ടാഗിനകത്ത് കൊടുക്കുക. അതിന്റെ തൊട്ടതായിട്ട് ഒരു P ടാഗിനകത്ത് എന്തെങ്കിലും ഒരു സെന്റൻസ് എഴുതുക. അങ്ങനെ നിങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് പഠിച്ച ടാഗുകളെല്ലാം കൂടെ ഒന്ന് ഉപയോഗിക്കാൻ പാകത്തിന് ഒരു ചെറിയ ഒരു ഫോം, ഒരു മേളിൽ H1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെഡിങ് ടാഗ്, അതിന്റെ താഴെ ഒരു പാരഗ്രാഫ് ടാഗിനകത്ത് എടുത്തിട്ട് പിന്നെ ഫോം ടാഗ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഇൻപുട്ട് ടാഗുകൾ, ടെക്സ്റ്റ്, പാസ്വേഡ്, അത് ലോജിക് ഒന്നും വിചാരിക്കേണ്ട, ചുമ്മാ ഈ സാധനം നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ്, അതുപോലെ തന്നെ പാസ്വേഡ് ഇൻപുട്ട്, അങ്ങനെ 1-2 വേണം. പിന്നെ ഈ പറഞ്ഞ ലിസ്റ്റുകൾ, ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർഡേഡ് ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ്, സിമ്പിൾ ആയിട്ട് അതൊന്ന് അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് ആ പേജിന്റെ ഔട്ട്പുട്ടിന്റെയും കോഡിന്റെയും രണ്ടിന്റെയും കൂടെ സ്ക്രീൻഷോട്ട്
ഡിസ്കോഡിലത് ഇന്നലെ ഇട്ട അതേ ചാനലിൽ തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. ഇനി ഡിസ്കോഡ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലെ ചാനൽ ഇട്ടാലും മതി. ഡിസ്കോഡ് ആണെങ്കിൽ അത്രയും സന്തോഷം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. വാട്സപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും സന്തോഷം. എല്ലാവരും സ്ക്രീൻഷോട്ട് ഇടുവാണെങ്കിൽ അത്രയും സന്തോഷം. എന്തായാലും നമ്മളൊരു കാര്യം പഠിക്കാൻ ഇറങ്ങി, നമുക്ക് പഠിച്ചിട്ട് നിങ്ങൾക്കത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടോ? നമുക്ക് മനസ്സിലാവുന്നുണ്ടോ സംഭവം കൺവേ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. നാളെ നമ്മൾ CSS ആയിരിക്കും. ഇപ്പൊ ഈ കണ്ട ചുമ്മാ എഴുതി വെച്ച കുറെ കണ്ടന്റുകളുണ്ട്. ഇപ്പൊ ഇതൊന്നും ഒരു ഭംഗിയില്ല, ചുമ്മാ കുറെ കണ്ടന്റ് ഇവിടെ കിടക്കുന്നു എന്നല്ലാതെ ഒരു കാര്യവും ഇതിന്. പക്ഷെ CSS നമ്മൾ ആഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിന് ഭംഗിയാണ്. പുതിയ പുതിയ കളർ മാറ്റാം. ഇന്ന് സത്യത്തിൽ CSS ഒന്ന് തുടങ്ങി വെക്കണമെന്ന് കരുതിയതായിരുന്നു. ഇന്നിപ്പോ നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത്ര ലേറ്റ്. നാളെ പറ്റുവാണെങ്കിൽ എല്ലാവരും ശകലം നേരത്തെ വരികയാണ്. നമുക്ക് കൃത്യം 8-ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. 8-ന് സ്റ്റാർട്ട് ചെയ്താൽ കൃത്യം നമുക്ക് 9-9:05 ആകുമ്പോഴത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റുകളെല്ലാം പറഞ്ഞു തീർക്കാം. അങ്ങനെ നിങ്ങൾ എല്ലാവരും നാളെ ഇച്ചിരി നേരത്തെ വരിക. ഇന്ന് ചിലർക്ക് എന്തോ നെറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. സോ അതായിരിക്കാം അവർ വരാഞ്ഞത്. ഇനി എന്തെങ്കിലും കണ്ടന്റിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെ പറയുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടോ ആണോ അവർ ക്ലാസ് മിസ് ചെയ്തത് എന്താണെന്ന് ഒന്ന് ചോദിക്കുക. എല്ലാവരോടും തന്നെ വരാൻ പറയുക. നമ്മൾ ഒരു കാര്യം പഠിക്കാനായിട്ട് ഒന്നിച്ച് തുടങ്ങി, നമുക്കത് ഒന്നിച്ച് പഠിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. കുഴപ്പമില്ലടാ. എന്താണ് ഡൗട്ട് എന്നൊന്ന് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനത് പറഞ്ഞു പേഴ്സണലി ഞാനത് പറഞ്ഞു.